ഈ ആരാധന അള്ളാഹുവിന് മാത്രമായി തീരണം. നമ്മളുടെ ഈ പ്രഖ്യാപനത്തോട് നമുക്ക് സത്യസന്ധത പുലർത്താൻ കഴിയണം. അത് കഴിയണമെങ്കിൽ എന്ത് വേണം? ആരാണ് അള്ളാഹു എന്നറിയണം. ആരാണ് അള്ളാഹു എന്നറിയണം. അള്ളാഹുവിന്റെ പ്രത്യേകതകൾ അറിയണം. എന്നിട്ട് ആരാധിക്കണം. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണം. നമ്മള് ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അറിയുന്ന ആളുകളാണല്ലോ. എന്താണ് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും തമ്മിലുള്ള വ്യത്യാസം? എല്ലാരോടുള്ള ചോദ്യമാണ്. ഉത്തരം ആർക്കും പറയാം, ഉറക്കെ പറയണമെന്നില്ല, നിങ്ങളെ മനസ്സ് പറഞ്ഞാൽ മതി. എന്താണ് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും രണ്ടായിട്ടാണല്ലോ എണ്ണി പഠിക്കുന്നത്. മദ്രസ പോകുന്നതിന് മുമ്പ് പാട്ടായും ബൈത്തായും ഒക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ വാക്കിൽ പലപ്പോഴും പലരും ചോദിച്ചാൽ പറയുന്ന മറുപടി ഇസ്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ശഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കാനുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വന്ന മറുപടി എങ്കിൽ തിരുത്തുക. അങ്ങനല്ല. കാരണം ഈമാൻ കാര്യം, ഒരു കാര്യം ഈമാനാകണമെങ്കിൽ ഒരു കാര്യത്തിൽ എനിക്കിപ്പോ അള്ളാഹുവിനുള്ള വിശ്വാസം, അതാണല്ലോ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത്. ആ ഈമാൻ എനിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് 3 ഘടകങ്ങൾ ആവശ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. 1, ആ ഈമാൻ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. 2, ആ ഈമാൻ എന്റെ നാവുകൊണ്ട് പറയണം. 3, ആ ഈമാൻ എന്റെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവ ഘടകം ആദർശബോധവും ആത്മാഭിമാനവുമുള്ള ഒരു യുവതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഈ ലോകത്ത് ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകി ഇവിടെ ജീവിക്കാൻ നമ്മെ അനുഗ്രഹിച്ചത് എന്തിനാണെന്ന് നേരത്തെ നടന്ന സംസാരത്തിൻ്റെ ഒടുവിൽ ബഹുമാന്യനായ സുബൈർ പീഡിയേക്കൽ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിച്ചത്. അവിടെ നിന്ന് ആരംഭിച്ച് ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് എന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. സ്വാഭാവികമായും ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ലക്ഷ്യം മാത്രം മനസ്സിൽ കണ്ടതുകൊണ്ട്, ലക്ഷ്യം മാത്രം തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരാൾക്കും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. മറിച്ച് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ്, കഠിനാധ്വാനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധന എങ്ങനെയാണ്
അത് സമ്പൂർണമാവുക. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി തീരാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അതിലേറ്റവും പ്രധാനമായി നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ സൂറത്തുൽ ബയ്യിനയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്തിനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്? എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന? ഇബാദത്ത് എടുക്കുക എന്ന കൽപ്പനയെ അടിവരയിട്ടുകൊണ്ട് അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും. മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കണം, ഇഖ്ലാസോടുകൂടിയായിരിക്കണം. ആരാധന അള്ളാഹു സ്വീകരിക്കുന്നതിന്റെ, നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായി തീരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അള്ളാഹു പഠിപ്പിക്കുന്നത് അതാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ ഒരു ഇഖ്ലാസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിയ്യത്തുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ സംസാരങ്ങളിൽ പറയും നിയ്യത്ത് ഉണ്ടായാൽ മതിയല്ലോ എന്ന് പറയും. ഈ നിയ്യത്തും ഇഖ്ലാസും രണ്ടും രണ്ടായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിയ്യത്തല്ല ഇഖ്ലാസ്, ഇഖ്ലാസ് അല്ല നിയ്യത്ത് എന്ന് പറയുന്നു. നിയ്യത്ത് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒറ്റ ഉദാഹരണത്തിൽ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യത്തെ ഇബാദത്താക്കി മാറ്റുന്ന കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് ഉപവാസം അനുഷ്ഠിക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു, പിറ്റേന്ന് വൈകുന്നേരമേ അയാൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ഒരു ഉപവാസത്തിന്റെ ഭാഗമായി എന്ന് വിചാരിക്കുക. അതൊരിക്കലും ഇബാദത്താവുകയില്ല. നേരെ മറിച്ച് അയാൾ പിറ്റേന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ നിയ്യത്ത് ചെയ്താൽ അത് ഇബാദത്തായി മാറി. അങ്ങനെ പതിവായി ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യത്തെ ഇബാദത്താക്കി മാറ്റുന്നതാണ് നിയ്യത്ത്. ഇനി അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ഇബാദത്തിനെ മറ്റൊരു ഇബാദത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണ്. ഇപ്പോ നമ്മൾ പള്ളിയിൽ കയറി 4 റക്അത്ത് നിസ്കരിച്ചിറങ്ങി. ഒരാൾ ചോദിക്കുന്നു, നീ എന്താ നിസ്കരിച്ചത്? ഞാൻ നിസ്കരിച്ചു, 4 റക്അത്ത് നിസ്കരിച്ചു. നമ്മൾ നോക്കൂ, ളുഹർ നിസ്കാരവും അസ്ർ നമസ്കാരവും തമ്മിൽ ഒരു വീഡിയോ നമ്മൾ കാണാനെന്ന് വിചാരിച്ചോളൂ. ഒരു ളുഹർ നമസ്കാരത്തിന്റെ ഒരു വീഡിയോ. ഈ വീഡിയോ കാണിച്ചിട്ട് ഒരാൾ നമ്മളോട് ഇത് ഏത് നിസ്കാരമാണ്, ളുഹർ നിസ്കാരമാണോ അസ്ർ നമസ്കാരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രണ്ടിലും ഒരേപോലെയാണ് അതിന്റെ ആരാധനയുടെ കർമ്മങ്ങൾ പോകുന്നത്. എന്നാൽ അത് വേർതിരിയുന്നത് എങ്ങനെയാണ്? ളുഹർ നിസ്കാരവും അസ്ർ നിസ്കാരവും വേർതിരിയുന്നത് നിയ്യത്തിലൂടെയാണ്. അപ്പോ ഒരു ഇബാദത്തിനെ മറ്റൊരു ഇബാദത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാര്യമാണ് നിയ്യത്ത്. ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിയ്യത്തും ഇഖ്ലാസും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതല്ല ഇഖ്ലാസി എന്ന് പറയുന്നത്. മറിച്ച് ഇഖ്ലാസി എന്ന് പറയുന്നത് നമ്മളുടെ ഇബാദത്ത്, ആരാധന, അത് അള്ളാഹുവിന് മാത്രമാക്കി തീർക്കുക എന്നുള്ളതാണ്. വേറെ ഒരു പങ്കുമില്ല, വേറെ ആർക്കും വേണ്ടിയല്ല. അത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ ഇബാദത്ത് നിർവഹിക്കുമ്പോഴാണ് അത് ഇഖ്ലാസോടുകൂടിയുള്ള ഇബാദത്താകുന്നത്. നിസ്കരിക്കാൻ എല്ലാവർക്കും കഴിയും, നിസ്കരിക്കാൻ കഴിയും. പക്ഷേ ആ നിസ്കാരം ഇഖ്ലാസോടുകൂടിയാവുക, നോമ്പ് ഇഖ്ലാസോടുകൂടിയാവുക, നമ്മളുടെ ഖുർആൻ പാരായണങ്ങൾ ഇഖ്ലാസോടുകൂടിയാവുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത്, ഒരാൾക്ക് അന്നം നൽകുന്നത് മറ്റൊരു താല്പര്യവും അതിന്റെ പിന്നിലില്ല. പിന്നെയോ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് ഒരു നദിയോ, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഒരു ഭക്ഷണം കൊണ്ടുപോയി ഒരു പാവപ്പെട്ടയാൾക്ക് കൊടുത്തിട്ട് ജസാക്കല്ലാഹ് ഖൈറൻ അല്ലെങ്കിൽ ഒരു താങ്ക് യു, ഒരു താങ്ക്സ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് എന്താണ്? ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹു നൽകുന്ന പ്രതിഫലവും അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇഖ്ലാസ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് മാത്രമല്ല, അത് നമ്മൾ പ്രഖ്യാപിക്കണം എന്നുകൂടി അള്ളാഹു പറയുന്നത് കാണാം. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കുക, ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. പറയണം, പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടത്?
ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. എങ്ങനെ? വെറുതെ ആരാധിക്കല്ല, ഒരു ചടങ്ങായിട്ടല്ല, ഒരു സമ്പ്രദായമായിട്ടല്ല, മറിച്ച് മുഖ്ലിസൻ ലഹു ദീനി, എന്റെ കീഴ്വടക്കം പൂർണ്ണമായും അള്ളാഹുവിനാക്കിക്കൊണ്ട് ഞാനിതാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, എന്റെ നിസ്കാരം ഇങ്ങനെയാണ് എന്നെനിക്ക് പറയാൻ കഴിയുമോ? എന്റെ നോമ്പ് ഇങ്ങനെയാണ് എന്നെനിക്ക് പറയാൻ കഴിയുമോ? ഇത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണമായും അവനെ കീഴൊതുങ്ങിക്കൊണ്ട് കീഴ്വണക്കം അവന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് ആണ് എന്നെനിക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. വീണ്ടും അള്ളാഹു പറയുന്നത് കാണാം, ഖുൽ, പ്രഖ്യാപിക്കുക. നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കൂ, ആ പ്രഖ്യാപനത്തിന്റെ കരുത്ത് എത്രമാത്രം ഉള്ളതാണ് എന്ന്. ഇതൊക്കെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ചൊല്ലിപ്പോകുന്ന, പറഞ്ഞു പോകുന്ന ദിക്റുകൾ മാത്രമാണ്. ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ഒന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആത്മാർത്ഥമായി, ഒന്നുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഈ ഒരു പ്രഖ്യാപനം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ നമുക്ക് കഴിയോ? എന്റെ നിസ്കാരം, എന്റെ ആരാധനാ കർമ്മങ്ങൾ, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ സ്വതക്ക, എന്റെ ഖുർആൻ പാരായണം, എന്റെ ദിക്ർ, എന്റെ സ്വലാത്ത്, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അങ്ങനെ ഓരോന്ന് എണ്ണി പറയണ്ട. പിന്നെയോ മഹ്യായ വമമാതി, എന്റെ ജീവിതം, എന്റെ മരണം, ഇത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറയാൻ കഴിയോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിത് പറയുമ്പോ എന്റെ നിസ്കാരം ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്നാണ്. എന്റെ നിസ്കാരം ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നു. നോക്കൂ, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും പള്ളിയിലേക്ക് എന്റെ കൂട്ടുകാരനോടൊപ്പം ഞാൻ കയറി ചെല്ലുമ്പോ മുതൽ ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും, ഒന്നുകിൽ രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ സാമൂഹികമാകാം, കുടുംബമാകാം, എന്തുമാകാം, ഈ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് ഞാൻ വുളൂ ചെയ്യുന്നത്. അത് സംസാരിച്ചു കൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് കയറുന്നത്. അത് സംസാരിച്ചു കൊണ്ടാണ് ഞാൻ ഇമാമിന്റെ കൂടെ കൈകെട്ടുന്നത്. പിന്നത്തെ പണി മുഴുവൻ ഇമാമിനാണ്, എനിക്കൊരു പണിയും ഇല്ല. ഇമാം അങ്ങനെ ഓതും, ഇമാം റുക്കൂയിൽ പോകും, ഇമാം സുജൂദ് പോകും, ഇമാം സലാം വീട്ടും. അതുപോലെ അതുവരെ ഞാൻ യാന്ത്രികമായി ആ ഇമാമിനോടൊപ്പം പോവുക എന്നതിനപ്പുറത്ത് ഈ നിസ്കാരവും ഞാനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന് ഞാനൊന്ന് ആലോചിച്ചു നോക്കണ്ടേ? എന്നിട്ട് ഞാൻ പറയാണ് പടച്ചവനോട്, എന്ത്? ഇന്ന സലാത്തി വനുസുക്കി വമഹ്യാ വമമാതി, ഇതൊക്കെ പടച്ചവനെ നിനക്കുള്ളതാണ്. അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റിയ മുതലാണോ ഇത് എന്ന് നമ്മളൊന്ന് സ്വയം ആലോചിച്ചു നോക്കൂ. എത്രമാത്രം ആത്മാർത്ഥത, എത്രമാത്രം നിഷ്കളങ്കത, എത്രമാത്രം ഇഖ്ലാസ് എന്റെ ഈ നിസ്കാരത്തിൽ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്, പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അതിന്റെ അടുത്ത ആയത്ത് ഇതിനേക്കാൾ സുപ്രധാനമായതാണ്, ലാ ശരീക ലഹു, ഒരു പങ്കാളിയുമില്ല, ഒരു പങ്കാളിയില്ല. ആരായി പറയുന്നത്? CM മടവൂരാണ് പടച്ചോൻ എന്ന് പറയുന്ന ആളാണ്. അവനാ പറയുന്നത് എന്ത്? ഇന്റെ സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു പ്രസംഗം? എന്താണ്? ഒരു മുസ്ലിയാര് ജനങ്ങളോട് പറയാൻ, നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് വല്ല ഈ നിസ്കാരത്തുമായി ബന്ധമില്ലാത്ത ചിന്തകൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ EK അബൂബക്കർ മുസ്ലിയാരെ ഓർമ്മിക്കുക, ശംസുൽ ഉലമയെ ഓർമ്മിക്കുക എന്നാണ്. ആരോടായി പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിന് നിൽക്കുന്ന, വജ്ജഹ്തു വജിഹി ലില്ലദീ ഫത്തറ സമാവാതി എന്ന് പറഞ്ഞ് നിസ്കാരത്തിന് നിൽക്കുന്ന മുസ്ലിമിനോട് മുസ്ലിയാര് പറയാണ്, എന്ത്? നിസ്കാരത്തിൽ വേണ്ടാത്ത ചിന്ത വല്ലതും വന്നാൽ എന്ത് ചെയ്യുക? ശംസുൽ ഉലമയെ ഓർമ്മിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര അനുഭൂതി ഉണ്ടാകുന്ന. എനിക്കത് അനുഭവമുണ്ട്, നിങ്ങളും അങ്ങനെ പറഞ്ഞു നോക്കുന്നതാണ്. അയാളോ ഏതായാലും ശൈത്താന്റെ പിടിയിൽപ്പെട്ടു. എന്നിട്ട് ഈ പാവപ്പെട്ട സമുദായത്തെ കൂടി ശൈത്താന്റെ കൊട്ടയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹ് പറയുന്നതോ ഇത് പ്രഖ്യാപിക്കാൻ കഴിയണം, ലാ ശരീക ലഹു വബിദാലിക ഉമിർത്, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ ആരാധന അള്ളാഹുവിന് മാത്രമായി തീരണം
നമ്മളുടെ ഈ പ്രഖ്യാപനത്തോട് നമുക്ക് സത്യസന്ധത പുലർത്താൻ കഴിയണം. അത് കഴിയണമെങ്കിൽ എന്ത് വേണം? ആരാണ് അള്ളാഹു എന്നറിയണം. ആരാണ് അള്ളാഹു എന്നറിയണം. അള്ളാഹുവിന്റെ പ്രത്യേകതകൾ അറിയണം. എന്നിട്ട് ആരാധിക്കണം. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണം. നമ്മള് ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അറിയുന്ന ആളുകളാണല്ലോ. എന്താണ് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും തമ്മിലുള്ള വ്യത്യാസം? എല്ലാരോടുള്ള ചോദ്യമാണ്. ഉത്തരം ആർക്കും പറയാം, ഉറക്കെ പറയണമെന്നില്ല, നിങ്ങളെ മനസ്സ് പറഞ്ഞാൽ മതി. എന്താണ് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും രണ്ടായിട്ടാണല്ലോ എണ്ണി പഠിക്കുന്നത്. മദ്രസ പോകുന്നതിന് മുമ്പ് പാട്ടായും ബൈത്തായും ഒക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ വാക്കിൽ പലപ്പോഴും പലരും ചോദിച്ചാൽ പറയുന്ന മറുപടി ഇസ്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ശഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കാനുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വന്ന മറുപടി എങ്കിൽ തിരുത്തുക. അങ്ങനല്ല. കാരണം ഈമാൻ കാര്യം, ഒരു കാര്യം ഈമാനാകണമെങ്കിൽ ഒരു കാര്യത്തിൽ എനിക്കിപ്പോ അള്ളാഹുവിനുള്ള വിശ്വാസം, അതാണല്ലോ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത്. ആ ഈമാൻ എനിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് 3 ഘടകങ്ങൾ ആവശ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. 1, ആ ഈമാൻ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. 2, ആ ഈമാൻ എന്റെ നാവ് കൊണ്ട് പറയണം. 3, ആ ഈമാൻ എന്റെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരണം. ഒരു കാര്യം ഈമാനാകണമെങ്കിൽ ഈ 3 കാര്യം ആവശ്യമാണ്. അല്ലാതെ മനസ്സിൽ വിശ്വസിച്ചു, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ഓ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹ് ഖാലിഖാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അപാരമായ അനുഗ്രഹങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ബോധമുണ്ട്. ഓരോന്ന് കാണുമ്പോഴും, ഈ സൃഷ്ടിപ്രപഞ്ചം കാണുമ്പോഴൊക്കെ എനിക്ക് അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പോരാ, ആ വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് തുറന്ന് പറയണം. അതോടൊപ്പം തന്നെ എന്റെ പ്രവർത്തനങ്ങളിലൂടെ ആ വിശ്വാസം പുറത്തേക്ക് വരണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഈ കാര്യം മാത്രം എടുക്കുക, മറ്റു ഈമാൻ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം ഈ 3 ഘടകങ്ങളോടുകൂടി പൂർണ്ണമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ 177-ാമത്തെ ആയത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതില് മൻ ആമന ബില്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തുടങ്ങുന്നത്. ആര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, എന്നിട്ട് അള്ളാഹു ആ ആയത്തെ അവസാനിപ്പിക്കുന്നത് ഉലൈകല്ലദീന സ്വദഖു വ ഉലൈക ഹുമുൽ മുത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉലൈകല്ലദീന സ്വദഖു വ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് സത്യസന്ധന്മാർ, അവരാണ് തഖ്വയുള്ളവർ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെ സത്യസന്ധമാക്കി മാറ്റാം എന്നതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ആ സത്യസന്ധമായി തീരണമെങ്കിൽ ആവശ്യമായ ചില നിബന്ധനകളാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതിലൊന്നാമത് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ വിശ്വാസം നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിച്ചു നോക്കൂ. നമ്മളൊക്കെ മനുഷ്യരാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരാളും നമ്മളുടെ കൂട്ടത്തിലില്ല. തെറ്റുകൾ വരും, അബദ്ധങ്ങൾ വരും. പക്ഷേ ഈ തെറ്റുകൾ തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് നിരന്തരമായി നമ്മൾ ആവർത്തിക്കാറുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ തെറ്റുകൾ ആവർത്തിക്കാറുണ്ട്, തെറ്റുകൾ ചെയ്യാറുണ്ട്, മനഃപൂർവ്വം തെറ്റുകൾ ചെയ്യാറുണ്ട്. ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള ഒരു ബോധം എന്താണ്? ഇപ്പോ മൊബൈൽ ഉപയോഗിക്കാത്ത ഒരാളും ഇല്ല. കാണാൻ പാടില്ലാത്ത പലതും നമ്മളുടെ മൊബൈലുകളിൽ വരുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട്, ആസ്വദിച്ച് കാണുന്നവരുണ്ട്. കാണാൻ പാടില്ല എന്ന് ഉറപ്പുള്ളതാണ്. കാണാൻ പാടില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. കേൾക്കാൻ പാടില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പറയാൻ പാടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ എന്റെ കിടക്കയിൽ ഇരുന്ന് ഞാൻ എന്റെ മൊബൈലിൽ കാണാൻ പാടില്ലാത്തത് കാണുന്നു. എന്റെ ഭാര്യ, എന്റെ മക്കൾ അവര് കടന്നു വരുമ്പോ ഞാനത് മാറ്റുന്നു. എന്റെ ടാബിൽ, എന്റെ ലാപ്പിൽ ഞാനിത് കാണുന്നു. മറ്റാരും അത് അറിയരുത് എന്നുള്ള നിലയിൽ അതിന്റെ ഹിസ്റ്ററി അടക്കം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഞാനത് കണ്ടു എന്ന് ഒരാൾക്കും തിരിച്ചറിയാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ അതിലുണ്ടാക്കുന്നു. എന്താണ്
ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, ഇങ്ങനെ കാണാനും കേൾക്കാനും എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇതാരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്ന ഒരു ബോധമാണല്ലോ ചോദ്യം. ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു ബോധമുണ്ടാകാൻ പാടുണ്ടോ? ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ്, ഞാൻ ചെയ്യുന്ന ഒരു തിന്മ, അതാരും കാണുന്നില്ല, ആരും അതറിയുന്നില്ല എന്ന ഒരു ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുണ്ടോ? ഞാന് എന്റെ നാട്ടിൽ നിന്ന് എനിക്കൊരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ഈ എറണാകുളം നഗരത്തിൽ വന്നാൽ, ഇനി അല്ലെങ്കിൽ കോട്ടയത്തോ കൊല്ലത്തോ, ഇനി അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ കോയമ്പത്തൂരിലോ ഒക്കെ പോയാൽ എന്നെ അറിയുന്ന ഒരാളും ഉണ്ടാവില്ല. എനിക്ക് അവിടെ പോകാം. ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യാത്ത, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ഉമ്മ ഉപ്പ ഇവരൊന്നും കാണാത്ത അറിയാത്ത തരത്തിൽ ആ തിന്മ ചെയ്യാൻ എനിക്ക് കഴിയും. എന്റെ കൂട്ടുകാരുടെ കൂടെ എനിക്ക് പോകാം. ഇനി ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് എനിക്ക് പോകാം, ഈ തിന്മ ചെയ്യാം, തിരിച്ചു വരാം, ഒരാളും അറിയില്ല എന്നതാണ് എന്നെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഈ ചോദ്യം നമ്മൾ നിരന്തരം ചോദിക്കുക. അങ്ങനെ ഒരു ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ച് അവൻ വിശ്വസിക്കുന്നത് എന്ത്? അവിടെയാണ് അള്ളാഹിന്റെ 99 നാമങ്ങളുണ്ടല്ലോ. ഈ നാമങ്ങൾ എന്ന് പറയുന്നത് തസ്ബീഹ് മാലയോ അല്ലെങ്കിൽ മറ്റേ സിമന്റ് കമ്പനിയിൽ ചാക്കണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയ മിഷ്യനോ ഇതൊക്കെ വെച്ചിട്ട് യാ അലിയു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ എന്നിങ്ങനെ ചൊല്ലി തീർക്കാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിനെ അറിയാനുള്ളതാണ്. അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനുമുള്ളതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. ആ നിലയിലാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? അള്ളാഹു അലീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. പിന്നെ എങ്ങനെയാണ്? ആരും അറിയില്ലടാ, നമ്മൾ പോവുക, വേറെ ആരും അറിയില്ല, ഇത് ഞാനും മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ പോവുക എന്ന് എന്റെ കൂട്ടുകാരൻ പറയുമ്പോ ശരിയാ, വേറെ ആരും അറിയില്ലല്ലോ, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, ഞങ്ങൾ ചങ്കുകളാണല്ലോ, നമ്മൾ ഒരിക്കലും ഞാൻ ചെയ്തത് അവനും പറയില്ല, അവൻ ചെയ്തത് ഞാനും പറയില്ല, അതുകൊണ്ട് വിശ്വസിച്ച് പോകാം, വേറെ ആരും അറിയില്ല എന്നൊരാള് പറയുമ്പോഴേക്ക് ഞാനതിൽ പെട്ടുപോകാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു അലീമാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഈ തെറ്റ് ചെയ്ത എന്നോട് ഞാൻ സ്വയം ചോദിക്കട്ടെ, അള്ളാഹു അലീമാണെന്നുള്ള വിശ്വാസം നിനക്കില്ലേ എന്ന് എന്റെ മനസ്സിനോട് ഞാൻ ചോദിച്ചാ പറയുണ്ട്. അത് നീ പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. പക്ഷേ മൂന്നാമത് പറഞ്ഞ കാര്യം, എന്റെ പ്രവർത്തനത്തിലൂടെ അത് പുറത്തേക്ക് വരുന്നുണ്ടോ? അള്ളാഹു അലീമാണെന്നുള്ള ബോധം ഇല്ല. അള്ളാഹു അലീമാണ് എന്ന ബോധമുണ്ടെങ്കിൽ അടുത്തത് അള്ളാഹു ഖബീറാണ്. അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. എങ്ങനെ സൂക്ഷ്മമായി? ഞാൻ ഏതോ ഒരു ബാറിൽ പോയി എന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാനൊരു ഒന്ന് മദ്യപിച്ചു, അല്ലെങ്കിൽ അവരെ കൂടെ ഒരു DJ മ്യൂസിക്കിൽ ഞാൻ പങ്കെടുത്തു, അല്ലെങ്കിൽ ടൂറ് പോയപ്പോ അവിടെ ഇന്ന് കൂട്ടുകാരൊക്കെ കൂടി പറഞ്ഞപ്പോ മയക്കുമരുന്നിന്റെ ഒരു ചെറിയ അംശം ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൂറ് പോയിട്ടുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം മാത്രമല്ല, മറിച്ച് ഞാൻ ഉപയോഗിച്ച മയക്കുമരുന്നിലെ ഓരോ തരിയെക്കുറിച്ചും അതെത്രമാത്രം എവിടെയൊക്കെ എന്നെ സ്വാധീനിച്ചു എന്ന കൃത്യമായ കാര്യം കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ്. എന്നിരിക്കെ ആരും അറിയില്ലല്ലോ, പിന്നെ ഞാനിത് ഉപയോഗിച്ചാൽ എന്ത് എന്ന ചിന്ത എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുന്നത് അതാണ്. രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലേ? വാട്സാപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? ഡിലീറ്റ് ഫോർ എവരിവൺ അല്ലേ? എനിക്ക് എന്ത് തോന്നിവാസോ ആർക്കും അയക്കാം, എനിക്ക് എന്ത് വീഡിയോയും ഏത് വൃത്തികെട്ട വീഡിയോയും ആർക്കും അയക്കാം. കാരണം അയാളത് കണ്ടു കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ ഞാനത് ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചാൽ മതി, പിന്നെ ആരും അത് കാണാൻ പോകുന്നില്ല. ഈ ഡിലീറ്റ് ഫോർ എവരിവൺ നമുക്ക് അടിക്കാൻ കഴിയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നത്, യൂട്യൂബിൽ ഹിസ്റ്ററി സേവ് ആവാത്ത ഓപ്ഷൻ, നമ്മൾ വാച്ച് ചെയ്തത് സേവ് ആവാത്ത ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് നല്ലതാണ് എന്ന് നാം വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെ നിന്നാണ് നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുക?
അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എന്തിന്? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുകളെ ചുമതലപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ ഞാനുമായി വൃത്തികെട്ട ബന്ധം പുലർത്തുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരിക്ക് മറ്റാർക്കെങ്കിലും ഒരു വൃത്തികെട്ട മെസ്സേജ് അയച്ചിട്ട് അയാളത് കണ്ടു കഴിഞ്ഞ് ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചു കഴിഞ്ഞ സംതൃപ്തിയോടുകൂടി എങ്ങനെയാണ് എനിക്ക് കിടന്നുറങ്ങാൻ കഴിയുക? അല്ലെ, ഞാന് ചാറ്റ് കഴിഞ്ഞു, ഓരോ ചാറ്റും ചെയ്യുമ്പോ അത് ഡിലീറ്റ് ചെയ്യുന്നു, ഞങ്ങൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്യുന്നു, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. ഞാൻ ആ സമാധാനത്തോടെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. രാത്രിയിൽ രാവിലെ എണീറ്റ് സുബഹിക്കും ജമാഅത്തിന് പള്ളിയിലും പോകും. ഞാൻ ആലോചിച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് എനിക്ക് ആ സംതൃപ്തി ലഭിക്കുക? കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞ ഈ ഓരോ മെസ്സേജുകളും കൃത്യമായി അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പരലോകത്ത് ഞാൻ ഹാജരാക്കപ്പെടും. അങ്ങനെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഈ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം എന്റെ കയ്യിൽ നൽകും. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതൊന്നുപോലും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാം ഇതിലുണ്ടല്ലോ. ഞാൻ നടത്തിയ ചാറ്റ്, ആരും കാണാതെ ഞാൻ നടത്തിയ യാത്രകൾ, ആരും അറിയാതെ ഞാൻ ചെയ്ത തിന്മകൾ, ഒരാളും കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച കർമ്മങ്ങൾ, അതൊക്കെ ഈ രേഖയിലുണ്ടല്ലോ എന്ന് ഞാൻ നിലവിളിച്ചു പോകുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് തിരിച്ചറിയുന്ന എനിക്ക് എങ്ങനെയാണ് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുക എന്നതാണ് ഞാൻ ആലോചിക്കേണ്ടത്. സ്വാഭാവികമാണ് തെറ്റുകൾ. ആ തെറ്റ് സംഭവിക്കുമ്പോ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താ? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്കുകൾ, അവൻ റഹീമാണ്, അവൻ ഗഫൂറാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതേപോലെ തന്നെ കാരുണ്യവാനാണ്. ഈ ബോധം റബ്ബിനെ കുറിച്ച് ഉണ്ടാകുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അരികിലേക്ക് തൗബ ചെയ്തുകൊണ്ട് തിരിച്ചു ചെല്ലാൻ കഴിയുകയുള്ളൂ, തൗബയുമായി മടങ്ങിച്ചെല്ലാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിനെ അറിയാൻ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, പ്രയാസമാണ്. എന്തിലാണ് എന്റെ പ്രതീക്ഷ? എനിക്ക് ഒരുപാട് വഴികൾ ഉണ്ടാകാം. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വന്നുപെടാനിടയുള്ള പരീക്ഷണങ്ങൾ കുറെ എണ്ണി പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ അവലംബിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസം ഉണ്ടായാൽ അവര് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സ്റ്റിക്കറായി മാറിക്കഴിഞ്ഞു, അല്ലെ? ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയാറ് പോലുമില്ല, മറിച്ച് എന്താണ്? സ്റ്റിക്കറാണ്. ഒരാൾ ചോദിച്ചത്രേ, നല്ല അടിപൊളി ഇന്നാലില്ല ഉണ്ടോ? എന്റെ അടുത്തുള്ള വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നാലില്ലയാണ്. നമ്മളൊരു ബന്ധു മരിച്ചിട്ടുണ്ട്, നല്ല കളർഫുൾ ആയ ഹർക്കത്തൊക്കെ, ഈന്റെ അടിയിലുള്ള വരയൊക്കെ കളറിൽ ഇട്ടിട്ടുള്ള ഇന്നാലില്ല ഉണ്ടോ? നമ്മൾ അയക്കുമ്പോ ചിലപ്പോ അതാണ് സെർച്ച് ചെയ്യുക. ഒരു 4-5 ഇന്നാലില്ല നമ്മുടെ സ്റ്റിക്കറായിട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്താണ് നല്ല കളർഫുൾ ആയ ഒരു ഇന്നാലില്ല, അല്ലെ? നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു നല്ല ഇന്നാലില്ല, കണ്ടാൽ ഒരു അടിപൊളിയായി തോന്നുന്ന ഒരു ഇന്നാലില്ല വന്നാൽ അപ്പൊ നമ്മളത് ഫേവറേറ്റീസിൽ സേവ് ചെയ്ത് വെക്കും. കാരണം ഇനി ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ ഇത് അയക്കാലോ എന്നാണ്. ആ സ്റ്റിക്കറായി കഴിഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നാലില്ല. പക്ഷെ അള്ളാഹു അത് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ തളർന്നും തകർന്നും പതറിയും പോകാതെ ഒരു മനുഷ്യനെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ചു നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ആദർശമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാലില്ല പഠിപ്പിക്കുന്നത്. വളരെ ലളിതമാണ്. ഞാൻ അള്ളാഹ്ക്കുള്ളവനാണ്, അള്ളാഹിന്റെ അടുത്ത് തിരിച്ചു ചെല്ലേണ്ടവനാണ്. കഴിഞ്ഞു. ഒരു പരീക്ഷണത്തിലും തകരില്ല.
ഒരു പരീക്ഷണത്തിലും തളരില്ല. തെറ്റായ ഒരു വഴിയിലേക്കും, അത് വിശ്വാസപരമായാലും ഇനി മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലൂടെയാണെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ പട്ടിണി, ദാരിദ്ര്യം പരിഹരിക്കാൻ മാർഗങ്ങളെമ്പാടുണ്ട്. ഈ എറണാകുളത്ത് നിന്ന്, ഇവിടെ നിന്ന്, ഈ ടൗൺ ഹാളിന്റെ പരിസരത്ത് നിന്ന് എന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന ഒരു പാക്കറ്റ് മട്ടാഞ്ചേരിയിലോ കൊച്ചിയിലോ എത്തിച്ചു കൊടുത്താൽ ആയിരങ്ങൾ എന്റെ കീശയിൽ വരും. അവിടെ നിന്ന് ഈ പാക്കറ്റുകൾ ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഏതെങ്കിലും ക്യാമ്പസുകളുടെ പരിസരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താൽ 10,000 എന്റെ കീശയിൽ വരും. എന്റെ മക്കളുടെ പട്ടിണി മാറ്റാം, ജോലിയില്ലല്ലോ എന്ന എന്റെ ഉമ്മയുടെ പരാതി മാറ്റാം. നീ എന്താടാ ഒരു പണിക്കും പോകാത്തത്, ഇവിടെ വന്ന് തിന്നുകയല്ലാതെ ഒരു രൂപ നീ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന എന്റെ ഉപ്പയുടെ ദേഷ്യത്തോടെയുള്ള സംസാരത്തിന് അറുതി വരുതാം. പക്ഷേ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ നാളെ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവനാണ് എന്ന ഒരു ബോധം എന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നത്, ഞാൻ ചെയ്യുന്നത് നന്മയായിരിക്കണം, ഞാൻ ചെയ്യുന്ന കച്ചവടം അത് മാന്യമായിരിക്കണം, അമിത ലാഭം ഉണ്ടാക്കാം, പക്ഷേ അതിന് റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധം ഒരു വിശ്വാസിയെ നയിക്കണം. ആ പ്രതീക്ഷ ഉണ്ടല്ലോ. അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് ഗനി. ഞാൻ ആരിലാ വിശ്വസിക്കുന്നത്? ഞാൻ എന്തിനാ പട്ടിണിയെ ഭയപ്പെടുന്നത്? കാരണം എന്റെ റബ്ബ് എന്നോട് പറഞ്ഞത്, ഞാൻ അവന് കീഴൊതുങ്ങുകയാണെങ്കിൽ അവൻ എനിക്ക് കണക്കില്ലാതെ തരുമെന്നാണ്. പിന്നെ ഞാൻ എന്തിന് പട്ടിണിയെ ഭയപ്പെടണം? ഞാൻ എന്തിന് ദാരിദ്ര്യത്തെ ഭയപ്പെടണം? ഈ ഒരു ബോധം, ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നാണ്. രോഗിയാണ്, കിടക്കയിലാണ്, ആദ്യമൊക്കെ സാധാരണ ബെഡിൽ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ശരീരം പൊട്ടാൻ തുടങ്ങി, വ്രണമുണ്ടാകാൻ തുടങ്ങി എന്നറിഞ്ഞപ്പോ വാട്ടർ ബെഡിൽ, പിന്നെ അത് മാറ്റി എയർ ബെഡിൽ. ശ്വാസതടസ്സം ഉണ്ടായപ്പോ ആദ്യമൊക്കെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, പിന്നെ അവിടുന്ന് മാറി ഓക്സിജൻ സിലിണ്ടർ. ഇങ്ങനെ പിന്നീട് ഡോക്ടർമാരുടെ നിരന്തരമായ പരിശോധന, ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക്, ഡോക്ടർമാരിൽ നിന്ന് ഡോക്ടർമാരിലേക്ക്, അവസാനം ഇനിയൊരു രക്ഷയുമില്ല എന്ന് കരുതി വീട്ടിന്റെ മരുന്ന് മണക്കുന്ന റൂമിലേക്ക് തീർന്നു. അവിടെ കിടക്കുമ്പോ എന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? നിരാശയാണോ? ഇത്രയൊക്കെ ഞാൻ നന്മ ചെയ്തിട്ട്, ഞാൻ ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട്, തൗഹീദ് പറഞ്ഞിട്ട്, തൗഹീദിന് വേണ്ടി ജീവിച്ചിട്ട്, അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ജീവിച്ചിട്ട്, ഖുർആൻ ഓതിയിട്ട്, നിസ്കരിച്ചിട്ട്, ഇതാണോ എനിക്ക് വരാൻ പോകുന്നത്? ഇതാണോ എനിക്ക് തന്നത് എന്ന നിരാശയാണോ? അല്ല. അപ്പോഴും ഞാൻ പ്രതീക്ഷ വെക്കുന്നത് എവിടെയാ? ആരൊക്കെ ഇനി ഇതിനൊരു ചികിത്സയുമില്ല, ഒരു പരിഹാരവുമില്ല എന്ന് പറഞ്ഞാലും, എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തുന്നത് റബ്ബാണ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി പരിചയപ്പെടുത്തിയ ആ റബ്ബിലുള്ള വിശ്വാസം, അതാണ് എന്നെ നയിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കണം എന്ന് പറയുന്നിടത്ത് അവന്റെ നാമങ്ങൾ ഇങ്ങനെ, അവന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, നമുക്കൊക്കെ അറിയാവുന്ന ആയത്തുൽ കുർസി നിങ്ങൾ നോക്കൂ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ആരംഭിക്കുന്നത് എങ്ങനെയാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്നിട്ട് പറയുന്നതോ അൽ ഹയ്യ് അൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ഈ ആയത്തിന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ഏറ്റവും മഹത്തായ ആയത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഏറ്റവും മഹത്തായ ആയത്ത്. എന്താ കാരണം? അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ, നേരത്തെ പറഞ്ഞ ഇഖ്ലാസും സത്യസന്ധതയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഇതിനേക്കാൾ വേറെ ഒരു ആയത്ത് ആവശ്യമില്ല. അത്രയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തപ്പെടുകയാണ് ഇവിടെ. അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഈ അള്ളാഹു ഹയ്യായ ഖയ്യൂമായ, ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, ഞാൻ ആഴത്തിലേക്ക് പോകുന്നില്ല. ഈ ആയത്തൊന്ന് നമ്മുടെ മനസ്സിൽ ഉരുവിട്ട് പഠിച്ചു നോക്കൂ നാം. അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കൂ നാം.
അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നത്. അല്ലാ 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 എന്നതിൽ നിന്ന് ഈ വിശേഷണങ്ങളിലേക്ക് കൂടി നമ്മൾ ഇറങ്ങുമ്പോ അള്ളാഹുവിനെ നമുക്കറിയാൻ കഴിയും. സൂറത്തുൽ നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല. ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹ്. ആ അള്ളാഹനെ എങ്ങനെയാ അറിയുന്നത്? പരലോകത്തേക്ക് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന ആ റബ്ബിന്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന ബോധം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ റബ്ബ്. വീണ്ടും നോക്കൂ, അള്ളാഹു പറയുന്നത് കാണാം സൂറത്തുൽ മുഅ്മിനൂൻ, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാഹു. അൽ മലിക്, അൽ ഹഖ്, രാജാവാണ് റബ്ബ്. ഹക്കായ ആ റബ്ബ് ഹുവ റബ്ബുൽ അർശിൽ അലീം, ആ മഹത്തായ അർശിന്റെ റബ്ബായ അല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഈ തിരിച്ചറിവോടുകൂടി അവന് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ സത്യസന്ധത കാണിക്കാൻ കഴിയുക. വീണ്ടും നോക്കൂ, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായും നിഷ്കളങ്കരായി അവനോട് തേടുക. മാ ഖദറുല്ലാഹ ഹഖ ഖദിരിഹി എന്ന് അല്ലാഹു പറയുന്ന സൂറത്തുൽ ഹജ്ജിലെ ആയത്ത് എവിടെയാണെന്നറിയോ? അതിന്റെ തൊട്ടു മുമ്പ് അല്ലാഹു പറയുന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു ഉദാഹരണം പറയാണ് അല്ലാഹു. എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ ഉദാഹരണം പറയുന്നത്. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികൾ ഉണ്ടല്ലോ, ആ ശക്തികൾ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലെ അവർ സൃഷ്ടിച്ചില്ല, സൃഷ്ടിക്കാൻ കഴിയില്ല അവർക്ക്. എന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും അങ്ങ് തട്ടിയെടുത്തു കൊണ്ടുപോയാൽ അത് വീണ്ടെടുക്കാൻ അവർക്ക് കഴിയില്ല. തേടുന്നവൻ തേടുന്നവനും ദുർബലൻ, തേടപ്പെടുന്നവനും ദുർബലൻ എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് മാ ഖദറുല്ലാഹ ഹഖ ഖദിരിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു അതിശക്തനാണ്, അജയ്യനാണ്. നോക്കൂ, ഈ ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ വേറെ ആരെയാ വിളിച്ചു തേടുക? അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അല്ലാത്ത ആരെ ഞാൻ വിളിച്ചാലും അവര് ഒന്നുകിൽ മരിച്ചു പോയവർ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവർ, അല്ലേ? ഒന്നുകിൽ മരിച്ചു പോയവർ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവർ. ഇവരല്ലാത്ത വേറെ ആരെയാ ഞാൻ വിളിച്ചു തേടുന്നത്? അപ്പോ ഈ ഇഖ്ലാസ്, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കി അവനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഇഖ്ലാസ് ഉണ്ടല്ലോ, അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഖവിയായ, അസീസായ, ഹയ്യായ ആ റബ്ബിനെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ആ അല്ലാഹുവിനെ അറിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന അപാരമായ ഒരവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ അത് വിശദീകരിക്കുന്നത് കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ പറയുന്നത്? അജബൽ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. വിശ്വാസിയുടെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. എന്താണത്? ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും ഖൈറാണ്. എല്ലാ കാര്യവും അവന്റേത് ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കും അതില്ല. നോക്കൂ, ഒരു മുഅ്മിനല്ലാതെ വേറെ ആർക്കും ഇല്ലാത്ത ആ ഏറ്റവും സുന്ദരമായ ഒരവസ്ഥ, വിശ്വാസിക്ക് മാത്രമുള്ള അനുഗ്രഹീതമായ അവസ്ഥ. എന്താണ് അവസ്ഥ? നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ആ അവസ്ഥയിലുണ്ടോ എന്നാണ്. എന്താണ്? ഇൻ അസാബതുഹു സറാഉ ശക്കർ, സന്തോഷകരമായ ഒരു വാർത്ത ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തും. അത് ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. വൈൻ അസാബതുഹു ദർറാ, എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ വന്നാലോ സ്വബർ, അവനത് ക്ഷമിക്കും. വകാന ഖൈറൻ ലഹു, അതും അവന് നന്മയാണ്. അള്ളാന്റെ അനുഗ്രഹം കിട്ടിയാൽ അൽഹംദുലില്ലാ, പടച്ചവനാണ് നന്ദി എന്നൊക്കെ പറയാൻ നമ്മൾ ഉഷാറാണ്. എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോഴോ, പരീക്ഷണങ്ങൾക്കുമേൽ പരീക്ഷണങ്ങൾ വരുമ്പോഴോ, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴോ ക്ഷമിക്കാൻ
നേരത്തെ പറഞ്ഞതുപോലെ ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അതാണ് ഈമാൻ. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് അൽ ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഈമാൻ എന്ത്, ഇസ്ലാം എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചോദിച്ച ചോദ്യം ഇഹ്സാൻ എന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അള്ളാനെ എങ്ങനെ അറിയണം എന്ന ചോദ്യത്തിന്റെ ഏറ്റവും കൃത്യമായ ഉത്തരം എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ആരാധിക്കുക. കാരണം നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ ഫൈലൻ തകുൻ തറാഹു ഫഇന്നഹു യറാക. നമ്മൾ ഒരു റൂമിൽ ജീവിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്ത് നമ്മൾ ആ ഇഷ്ടമുള്ളതൊക്കെ ആസ്വദിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ റൂമിൽ മുഴുവൻ ക്യാമറ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ചില വിലക്കുകളുണ്ട്, ചെയ്യാൻ പാടുള്ളതുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ ക്യാമറകൾ ഒപ്പിയെടുക്കുമെന്ന് പറയുമ്പോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സൂക്ഷ്മതയില്ലേ? ആ സൂക്ഷ്മത നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. കാരണം ഇതൊക്കെ നിരീക്ഷിക്കുന്നു, രേഖപ്പെടുത്തുന്നു. അത് നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്നതാണ്. അള്ളാഹുവിനെ എങ്ങനെ അറിയണം, അള്ളാഹുവിനെ എങ്ങനെ കണക്കാക്കണം എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ പറയുന്ന ഉത്തരം അൽ ഇഹ്സാൻ എന്നാണ്. ഇഹ്സാൻ ഉള്ളവരായി തീരുക, ഇഹ്സാൻ ഉള്ളവരായി തീരുക. നോക്കൂ, ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാത്ത ആളുകളില്ലല്ലോ നമ്മളുടെ കൂട്ടത്തിൽ. തെറ്റുകൾ സംഭവിക്കാത്തവരില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരുന്നു. ഞാൻ എന്റെ മൊബൈലിൽ, എന്റെ ലാപ്പിൽ ഞാൻ കാണാൻ പാടില്ലാത്ത ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എന്റെ ഭാര്യ വരുന്നത്, ഞാനത് ഓഫ് ചെയ്യുന്നു. എന്തേ നീ അത് മുഴുവനായി കണ്ടില്ല വീഡിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി, എന്റെ ഭാര്യ വന്നു, അതുകൊണ്ടാണ് ഞാൻ കാണാതിരുന്നത്. എന്റെ മകള് കയറി വന്നു, എന്റെ മകൻ കയറി വന്നു, അതുകൊണ്ട് ഞാൻ ആ ദൃശ്യം, ആ വീഡിയോ മുഴുവനായി കണ്ടില്ല. ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാറ്റ് പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്യുന്നു. എന്റെ കാര്യം, എന്റെ ഭാര്യ കയറി വന്നു, എന്റെ മക്കള് കയറി വന്നു എന്നാണ് എനിക്കുള്ള മറുപടി. ഇതുപോലെ അള്ളാഹുവിനെ ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാനിതാ ഈ തിന്മയിൽ നിന്ന് മാറി എന്ന് എന്തെങ്കിലും ഒരു ജീവിതത്തിലെ ഒരു ഘട്ടത്തെ കുറിച്ച് പറയാൻ എനിക്ക് കഴിയോ? കഴിയുമെങ്കിൽ അതാണ് ഈമാൻ, അതാണ് ഇഹ്സാൻ, അതാണ് തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഭവം, 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു. ദീർഘമായ ഒരു കഥയാണ്, അതിൽ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. 3 ആളുകൾ ഗുഹയിൽ അകപ്പെടുന്നു. പാറക്കല്ല് വന്ന് അവരുടെ ഗുഹാമുഖം അടഞ്ഞു പോകുന്നു. തള്ളി നോക്കി മാറ്റാൻ കഴിയുന്നില്ല. അവർ ചെയ്ത കർമ്മങ്ങൾ എടുത്ത് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെ പ്രാർത്ഥനക്കനുസരിച്ച് കല്ലുകൾ കല്ല് മാറിപ്പോകുന്നു. അവരതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നതാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന സംഭവം. അതിലൊരാൾ പറയുന്നത്, ഇവിടെയുള്ളത് ISM-ന്റെ യുവാക്കളാണ് എന്നതുകൊണ്ട് ഞാൻ പറയട്ടെ. ഒരാൾ പറയാൻ, ഞാൻ എന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയോട് എനിക്ക് അതിയായ പ്രണയമുണ്ടായിരുന്നു. അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ ആഗ്രഹം ഞാൻ അവളോട് പറഞ്ഞു, പക്ഷെ അവൾ തയ്യാറായില്ല. അവസാനം അവൾ സാമ്പത്തികമായ ഒരു പ്രയാസത്തിലകപ്പെട്ടു. എന്റെ അരികിൽ അവൾ വന്നു. എന്റെ ആഗ്രഹത്തിന് വിധേയാവുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവൾ അതിന് തയ്യാറായി, നിവൃത്തികേട് കൊണ്ട്. അവസാനം അതിനുള്ള സന്ദർഭം ലഭിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അവളുമായി ആ വൃത്തികെട്ട ബന്ധത്തിന് തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോ എന്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടി പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിനക്ക് അവകാശമില്ലാത്തത് നീ കവർന്നെടുക്കരുത് എന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ തിന്മയിൽ നിന്ന് പിന്മാറി. അള്ളാഹുവേ, നിന്നെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ തിന്മയിൽ നിന്ന് ഞാൻ പിന്മാറിയത്. നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ്, ഇത്തഖില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ തിന്മയിൽ നിന്ന് റബ്ബേ ഞാൻ പിന്മാറിയത്. അതുകൊണ്ട് നീ അതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നയാൾ പ്രാർത്ഥിക്കുകയാണ്.
ചോദ്യം, ഇങ്ങനെ ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിലുണ്ടോ? ഒരു തിന്മയിൽ നിന്ന് റബ്ബിനെ പേടിച്ച് പിന്മാറിയത് ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ അകപ്പെടുന്നവരാണല്ലോ നമ്മളൊക്കെ. ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒരു കർമ്മം നമ്മളുടെ കയ്യിലുണ്ടോ? ഞാൻ നിസ്കരിച്ചു, ഞാൻ നോമ്പെടുത്തു, പഠിച്ചോന് ഞാൻ വെള്ളിയാഴ്ച ഖുർആൻ ഓതി, ഞാൻ അല്ലെങ്കിൽ ഇന്നയാൾക്കൊരു 5000 രൂപ ദാനം ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു പ്രത്യേകമായ ഒരു കർമ്മം, ഇതുപോലെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് പറയാൻ നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് അങ്ങനെ പിന്മാറാൻ കഴിഞ്ഞത്? അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചു, എന്നിട്ടും അയാൾ തെറ്റിലേക്ക് പോയി, സ്വാഭാവികം. പക്ഷേ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ ആ റബ്ബിലുള്ള വിശ്വാസം അയാളെ സഹായിച്ചു. നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഘടകം അയാളെ സഹായിച്ചു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇങ്ങനെ നമ്മളുടെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. റസൂലിന്റെ അരികിൽ ചെല്ലുന്നു, റസൂലെ എന്നെ ശുദ്ധീകരിക്കണം. എന്തിൽ നിന്ന്? മായിസ് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ എന്നെ ശുദ്ധീകരിക്കണം. റസൂൽ പറഞ്ഞു, തിരിച്ചു പോ, തൗബ ചെയ്, തിരിച്ചു വരും. അദ്ദേഹം തിരിച്ചു പോകുന്നു, പിന്നെയും തിരിച്ചു വരികയാണ്. നാലാമത്തെ പ്രാവശ്യം തിരിച്ചു വന്നപ്പോൾ റസൂൽ ചോദിച്ചു, എന്തിൽ നിന്നാ ശുദ്ധീകരിക്കേണ്ടത്? വ്യഭിചാരത്തിൽ നിന്നാണ് റസൂലെ. പിന്നീട് അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലുകയാണ്. ചരിത്രം ദീർഘമാണ്. നോക്കൂ, മായിസ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിലേക്ക്, ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ച ഘടകം എന്ത്? വേണമെങ്കിൽ പോവാലോ, അള്ളാഹിന്റെ റസൂല് തിരിച്ചു ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്, ഞാൻ റസൂലിനോട് തൗബ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു എന്ന് പറയാമായിരുന്നല്ലോ. എന്നിട്ടും എന്തേ തിരിച്ചു വന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ശുദ്ധീകരിക്കപ്പെട്ടവനായി റബ്ബിലേക്ക് തിരിച്ചു ചെല്ലണം എന്ന ചിന്ത. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷൻ ആ ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ പരലോകത്തിനു വേണ്ടി എങ്ങനെ നാം സജ്ജരാകണം എന്ന വിഷയം ഇൻഷാ അല്ലാഹ് സഹോദരൻ അംജദ് നിങ്ങളുമായി സംവദിക്കും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക. ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് നേരം വെളുത്തത് മുതൽ ഈ സമയം വരെ, ഇനി അല്ലെങ്കിൽ ഇന്നലെ നേരം വെളുത്തത് മുതൽ സുബഹി ബാങ്ക് കേട്ടത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ പറഞ്ഞ അറബി വാക്ക്, ഏറ്റവും കൂടുതൽ പറഞ്ഞ അറബി വാക്ക് ഏതായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കാമോ? ഒരു പക്ഷേ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു അക്ബർ എന്ന വാക്കായിരിക്കില്ലേ ഏറ്റവും അധികം നാം പറഞ്ഞത്? അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ അല്ലാഹു അക്ബർ നമ്മളുടെ നെഞ്ചിൽ തട്ടിയാണ് നാം പറയുന്നതെങ്കിൽ എവിടെയാണ് നാം തളരുക? എവിടെയാണ് നാം പതറുക? എവിടെയാണ് നമുക്ക് അസ്വസ്ഥതയുണ്ടാവുക? എവിടെയാണ് നമ്മുടെ മനസ്സിലേക്ക് അശാന്തി കടന്നു വരിക? ആർക്കാണ് നമ്മെ ഭയപ്പെടുത്താൻ കഴിയുക? പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് ആർക്കെങ്കിലും നമ്മെ പേടിപ്പിക്കാൻ കഴിയോ? വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ പേരുകൾ നീക്കിക്കളയുമെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും നമ്മെ ഭയപ്പെടുത്താൻ കഴിയുമോ? നിങ്ങളുടെ അസ്തിത്വം ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും നമ്മെ അസ്വസ്ഥതയുള്ളവരാക്കി തീർക്കാൻ കഴിയുമോ? ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടിയോടിക്കുമെന്ന്, നിങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ഏതെങ്കിലും ഭരണാധികാരികൾ രംഗത്ത് വന്നാൽ നമ്മൾ ഒരു തരിമ്പ് വില കൽപ്പിക്കുമോ? ഇല്ല. കാരണം ഒരു ദിവസം ഞാൻ ഏറ്റവും അധികം പറയുന്ന വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നെഞ്ചോട് ഈ അല്ലാഹു അക്ബർ ചേർത്തു വെക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.